അപ്പോൾ നമ്മുടെ ഡ്രസ് കോഡിൻ്റെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ഷോപ്പിൽ ചെന്നു. നമുക്കൊരു 7 പീസിനുള്ള ഓർഡർ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 7 പീസ് ഡ്രസ് കോഡ് ആനുവൽ ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ നെസ്രിയൻ്റെ ഔട്ട്ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ആ ഒരു മെറ്റീരിയലുകളാണ് കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സിംഗിളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് കാര്യത്തിലേക്ക് വരാം. ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. പാർട്ടി വെയർ ആയിട്ടും നമ്മളിപ്പോൾ ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സ് ചെയ്യുന്നുണ്ട്, അതേപോലെ സേവ് ദ ഡേറ്റ് ചെയ്യുന്നുണ്ട്, എൻഗേജ്മെന്റ് വീഡിയോ ഡ്രസ്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് മോഡലിലും നമ്മൾ ഡ്രസ്സസ് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇവിടെ വന്നതിൻ്റെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നെസ്രയുടെ ഔട്ട്ഫിറ്റ് ഞാൻ തന്നെ ചെയ്ത വീഡിയോസും ഫോട്ടോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് UK കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. അതുപോലെ തന്നെ ആനുവൽ ഡേയുടെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം. പക്ഷെ നമ്മുടെ ഭാഗ്യക്കേടെന്ന് പറയാം, ആനുവൽ ഡേയുടെ മെറ്റീരിയൽ ഈ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല. അത് എന്താ പറയുക, ആ കളറ് സോൾഡ് ഔട്ടായി. അങ്ങനെ നമ്മൾ കുറേ നേരം അത് കിട്ടുമോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിന്നു. അപ്പോൾ ഇതിന് ശേഷമുള്ള വീഡിയോസ് നെക്സ്റ്റ് പാർട്ടിൽ ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ